ആശങ്ക തൽക്കാലം അകന്നു എന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലെങ്കിൽ ഇവരുടെ മുഖത്തൊക്കെ എന്താണോ ഒരു ചർച്ചയുടെ ഒരു ഫലം ഉണ്ടായത് അവരുടെ മുഖത്ത് പ്രകടമാവുകയും അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല. സീറ്റ് വിഭജനം വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം ചിലർ മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം ഈ എല്ലാവർക്കും മനസ്സിലാകും, ജനത്തിനും ബോധ്യമാകണം ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത തീർന്നു എന്നുള്ളത് മനസ്സിലാകണമെന്ന് ഷിബു ബേബി ജോണാണ് കുറച്ചുകൂടി തുറന്നു പറഞ്ഞത്. പിന്നീട് ലീഗിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ലീഗാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിനോട് ഈ ചർച്ച വേഗത്തിൽ വേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടത്, ഹൈക്കമാൻഡിൻ്റെ സമയം തേടിയിരുന്നത്. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ദീപാദാസ് മുൻഷി വന്നത്. അപ്പോൾ ദീപാദാസ് മുൻഷി ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അതിനു മുൻപേ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വന്നിരുന്ന പരസ്യ പ്രതികരണങ്ങളും അതിനുശേഷം ഡൽഹിയിൽ വിളിച്ച യോഗത്തിന് ശേഷം നേതാക്കളുമായി നിന്നുകൊണ്ട് നടത്തിയ പ്രതികരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു ഐക്യമുണ്ട്, അല്ലെങ്കിൽ ഐക്യം പുറത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഒരുമിച്ച് പ്രതികരണങ്ങൾ വരുന്നുണ്ട്, ശക്തമായ പ്രതികരണങ്ങൾ സഭയ്ക്കകത്ത് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വാർത്താസമ്മേളനങ്ങളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ലഹരിയുടെ വിഷയം പറഞ്ഞല്ലോ, ലഹരി വിഷയമൊക്കെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. സഭയിൽ ചർച്ച ചെയ്യുന്നു, സഭയിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അത് പറയുന്നു. അതിനപ്പുറം എന്താണ് പരിപാടി എന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിപാടികളുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗ് സ്വന്തമായ പരിപാടികൾ നടത്തുന്നുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, രാത്രിയിൽ അവരുടെ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല, ഒരുമിച്ച് ഒരു പരിപാടി UDF എന്ന നിലയ്ക്ക് ഒരുമിച്ചൊരു പരിപാടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന നല്ല വിഷയങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായ ഒരുപാട് വിഷയങ്ങളുള്ള സമയമാണ്. അത് എത്രത്തോളം അവർ ഉപയോഗപ്പെടുത്തുന്നെന്ന് ചോദ്യമുണ്ട്. 2021 വലിയ ആത്മവിശ്വാസമായിരുന്നു, 85 സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ വന്ന വിധി എന്താണെന്ന് നമുക്കറിയാം. അതിന് 2016 ലഭിച്ചതിനേക്കാൾ 6 സീറ്റല്ലേ കുറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ അനുഭവം. ലീഗിനെ സംബന്ധിച്ചാലും പല മണ്ഡലങ്ങളിലും ലീഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അത് കുറ്റ്യാടി, കൊടുവള്ളി ആയാലും തിരൂരങ്ങാടി ആയാലും. പിന്നീട് തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തിരുവമ്പാടി ലീഗ് വാശി പിടിച്ച് നേടിയ സീറ്റാണ്. പക്ഷേ അവിടെ LDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 15-21 എന്നതിൽ നിന്നും എങ്ങനെയാണ് ഒരു ജയിക്കാനാകുന്ന കണക്കിലേക്ക് അപ്പോൾ അത്തരം വാശികളിലേക്ക്, സീറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന വാശികളിലേക്ക് പൊതുവെ UDF-നകത്ത് പാർട്ടികൾ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഇനി മൂന്നാം തുടർ ഭരണത്തിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളിലേക്കാകും ഉറപ്പായിട്ടും പോവുക എന്നുള്ളതാണ്. അത് അനൈക്യത്തിന് എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടായാൽ അത് അപ്പുറത്ത് ഒരു നേട്ടമാകും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയൊക്കെ ഭരണം ഇത്ര കാലം വരുമ്പോൾ അതിൻ്റെ ഒരു ഉദാസീനത, ഒരു ആലസ്യമുണ്ടാകും. ഭരണത്തിലല്ല യഥാർത്ഥത്തിൽ ആലസ്യം കാണുന്നത്, പ്രതിപക്ഷത്തിലാണ് ആലസ്യം കാണുന്നത്. ഇപ്പോൾ നന്നായി പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ, ഇപ്പോൾ സഭയ്ക്കകത്ത് തന്നെ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അത് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ, അതിലേക്ക് എത്രത്തോളം എത്തുന്നുള്ളതാണ്. ഇപ്പോൾ പ്ലാൻ അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാർത്ത 77,28,00,000 രൂപ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി നീക്കിവെക്കാനായിരുന്നു. അത് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പിന്നെ വിവിധ സമരങ്ങളോട് സർക്കാരിൻ്റെ സമീപനം. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, ഇന്ന് പാർലമെന്റിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് തരാനുള്ള കുടിശ്ശിക, സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം കൊടുത്തിട്ടില്ല എന്ന വാദം അവിടെ കേന്ദ്രമന്ത്രി നൽകുമ്പോൾ അവിടെ നമ്മുടെ MP-മാരുണ്ട്, ഇടത് MP-മാർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടെ ഈ സമരം അനാവശ്യ സമരമാണെന്നും സമരം ചെയ്യുന്നവരെ അപഹസിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അപ്പോഴത്തെ പാർലമെന്റിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി എത്തിയല്ലോ സമരവേദിയിലേക്ക്, വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിന് നിലപാട് അറിയിച്ചല്ലോ. അപ്പോൾ അത് ആർക്കാണ് പിന്നീട് ഗുണം ചെയ്യുക എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു സർക്കാരിൻ്റെ സമീപനമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലൊക്കെ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാവുന്ന സാഹചര്യം പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നാണ് പാർട്ടികൾ കൊഴിഞ്ഞു പോയത് അല്ലേ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായാലും ബാലകൃഷ്ണപിള്ള വിഭാഗമായാലും പോയത്. ഇപ്പോൾ ഒരു ഘട്ടം മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ മുന്നണി വിപുലീകരണം എന്നുള്ള പ്രതികരണമൊക്കെ UDF-ൽ നിന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഉള്ളതിൽ കൊഴിഞ്ഞു പോകാതെ നോക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. കോൺഗ്രസ് മാനസിക പാല ഒഴിച്ചിട്ട് മതി. കേരള കോൺഗ്രസ് അല്ല, പക്ഷേ അകത്തുനിന്ന് അറിയാവുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നാലും നല്ലത്, അവർ വരട്ടെ, പക്ഷേ പാല തൊടാൻ നിൽക്കണ്ട, അത് വിട്ടുതരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് പാലയുടെ കാര്യം മാത്രമായിട്ട് നോക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പോയ പാർട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ
എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. മുമ്പ് കേട്ടിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് അത്തരം കാര്യങ്ങളില്ല. അപ്പോൾ ഇനി ഇതിൽ നിന്നും പാർട്ടികൾ പോകുമ്പോൾ ലീഗിനെ ചില സമയത്ത് ലീഗിനെ പുകഴ്ത്തും, ചില സമയത്ത് ലീഗിനെ അപഹസിക്കും. ഇതാണ് നമ്മൾ LDF നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിന് ശേഷമായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിലാണ് ലീഗ് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളാണ് ചിലരൊക്കെ നമ്മളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആ മോഹം അവിടെ വെച്ചാൽ മതി എന്ന് ലീഗ് പറയുന്നുണ്ട്. ലീഗിനെ പല ഘട്ടത്തിലും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ലീഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പൊതുപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾ വിഷയത്തിൽ സാദിഖ് അലിയെ തങ്ങളെ വിമർശിച്ചപ്പോൾ തങ്ങളെ വിമർശിക്കാമോ എന്നൊരു ചോദ്യം അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ തങ്ങൾമാരെയല്ല വിമർശിച്ചത്, ലീഗിൻ്റെ അധ്യക്ഷനെയാണ് വിമർശിച്ചത് എന്നൊരു പ്രതികരണം നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രതികരണമൊക്കെ ഇതിൽ എന്നോട് പ്രതികരിക്കാൻ വരുന്നത് തീവ്ര നിലപാടുള്ളവരാണ് എന്ന് കൂടി പറയുകയുണ്ടായി. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അങ്ങോട്ടേക്ക് ലീഗിനെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് 3ാം തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ള ചൂട് അവർക്ക് തട്ടിയത് കൊണ്ടാണ് ലീഗ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുകയും കോൺഗ്രസിനെ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യം ഹൈക്കമാൻഡ് പറയണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ലീഗ് കുറച്ചുകൂടി കർക്കശമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ആവശ്യവും താൻ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് VD സതീശൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാ നേതാക്കളും എത്തിയാൽ ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അപ്പുറത്ത് ഒരുപാട് ശക്തമായ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുള്ളതാണ്. നിലവിൽ ഇന്നത്തെ നടന്ന ചർച്ച എന്ന് വെച്ചാൽ വലിയ വിപുലമായ ചർച്ചകളൊന്നുമല്ല നടന്നിട്ടുള്ളത്. ആ ചർച്ചയിൽ വലിയ ആശങ്കകളില്ല. പൊതുവെ സമാധാനപരമായിട്ടാണ് അവസാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. Meet the editors.